MiG-21 ഡീകമ്മീഷനിങ് നടപടികൾ അവിടെ നടക്കുന്നു. അതിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇത് കാണാൻ എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ചണ്ഡീഗഡിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചണ്ഡീഗഡിൽ നടക്കുന്ന ഡീകമ്മീഷനിങ് ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. 6 പതിറ്റാണ്ടിലേറെ കാലമായി വ്യോമസേനയിൽ സജീവമായിരുന്ന ഇന്ത്യൻ വ്യോമസേനയിലെ സേവനത്തിൽ നിന്നിരുന്ന MiG-21 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറയുന്ന ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചണ്ഡീഗഡിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച പുതുതലമുറ തേജസ് വിമാനങ്ങൾ ഇനി MiG-21 പകരമായി ഇറങ്ങും. ഈ ഡീകമ്മീഷനിങ് ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 1962 MiG-21 വിമാനങ്ങൾ ഇന്ത്യയിലെത്തുന്നത്. അത് സോവിയറ്റ് യൂണിയനുമായുള്ള കരാറിന്റെ ഭാഗമായിട്ടാണ് MiG-21 യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. 1963 രാജ്യത്ത് തന്നെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനം എന്നതായിരുന്നു MiG-21 ഏറ്റവും വലിയ സവിശേഷത. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് കാലാകാലങ്ങളായി ഒട്ടേറെ മാറ്റങ്ങൾ വരുത്തി ഏതാണ്ട് 800ഓളം MiG-21 വിമാനങ്ങൾ ഇതിനോടകം നിർമ്മിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അയൽപ്പക്കത്ത് നിന്നുള്ള വെല്ലുവിളികളെ നേരിടാൻ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ രാജ്യം ആശ്രയിച്ചിട്ടുള്ളത് MiG-21 യുദ്ധവിമാനങ്ങളെയാണ്. പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനമായ കരുത്തും ആത്മവിശ്വാസവും ശക്തിയും ഒക്കെയായി MiG മാറിയിരുന്നു. കാർഗിൽ യുദ്ധത്തിലും ബലാക്കോട്ട് വ്യോമാക്രമണത്തിലുമൊക്കെ ഇന്ത്യയുടെ പ്രതിരോധ നിരയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായിരുന്നു MiG-21. അങ്ങനെ MiG-21 ഉൾപ്പെട്ട ഈ MiG-21 അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറയുന്ന അതിൻ്റെ ഡീകമ്മീഷനിങ് ചടങ്ങാണ് ഇപ്പോൾ ചണ്ഡീഗഡിൽ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി MiG-21 പകരമായി എത്താൻ പോകുന്നത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത പുതുതലമുറ തേജസ് വിമാനങ്ങളാണ്. MiG-21 പകരമായി ഇനി ഇന്ത്യൻ വ്യോമസേനയിൽ നിറഞ്ഞു നിൽക്കാൻ പോകുന്നത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അജീഷ്, 6 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിനൊടുവിലാണ് MiG-21 ഇന്ത്യൻ വ്യോമസേനയോട് വിട പറയുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം. ചണ്ഡീഗഡിലെ ഡീകമ്മീഷനിങ്ങിന്റെ ദൃശ്യങ്ങൾ കാണാം. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ചടങ്ങുകളുടെ പ്രത്യേകതകൾ? ആരൊക്കെയാണ് ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നത്? മറ്റെന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ജികെ പറഞ്ഞതുപോലെ തന്നെ 62 വർഷം ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്ന പടക്കുതിരയായിരുന്ന പോർ വിമാനമാണ് ഇന്ന് അവസാന പറക്കലിന് തയ്യാറെടുക്കുന്നത്. അതിന്റെ ഡീകമ്മീഷനിങ് ചടങ്ങ് 11 മണിയോടെ തന്നെ ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. അത് കാണാനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ, 3 സേനകളുടെ മേധാവിയും മുൻ എയർ ചീഫ് മാർഷലുകളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. റിട്ടയർഡ് ആയിട്ടുള്ള ഈ MiG-21 വിമാനം പറത്തിയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള വ്യോമസേന പൈലറ്റുമാരും ഈ ചടങ്ങ് വീക്ഷിക്കാൻ ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ചണ്ഡീഗഡ് വ്യോമതാവളം തിരഞ്ഞെടുക്കാനും ഒരു പ്രത്യേക കാരണമുണ്ട്. 1963 ഇന്ത്യയുടെ ഭാഗമായി ഈ MiG-21 ആദ്യ സ്ക്വാഡ്രൺ വിമാനങ്ങൾ എത്തിയപ്പോൾ അത് എത്തിയത് ചണ്ഡീഗഡ് വ്യോമതാവളത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതുകൊണ്ടാണ് ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ അവസാന പറക്കൽ ഡീകമ്മീഷനിങ് ചടങ്ങിന് അതിനെ തീരുമാനിച്ചത്. മാത്രമല്ല അതിന്റെ ഭാഗമായി അവസാന പറക്കലിന്റെ ഭാഗമായിട്ട് MiG-21 ബൈസൺ വിമാനങ്ങളുടെ 23-ാം നമ്പർ സ്ക്വാഡ്രണിലെ വിമാനങ്ങളാണ്, പാന്തേഴ്സ് എന്നറിയപ്പെടുന്ന വിമാനങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതായിരിക്കും അവസാനമായി പറക്കുന്നതിന് ശേഷം ഇന്ത്യയുടെ പുതുതലമുറ വിമാനങ്ങളായിരിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറുന്നത്. പ്രധാനപ്പെട്ട പല യുദ്ധങ്ങളിലും ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശത്തെ കാത്തു സൂക്ഷിച്ച പോർ വിമാനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. 1965, 71, 99, 2019 ബാലക്കോട്ട് ആക്രമണത്തിലടക്കം ഇന്ത്യൻ വ്യോമസേന ആശ്രയിച്ചത് ഈ MiG-21 സൂപ്പർസോണിക് പോർ വിമാനങ്ങളെയായിരുന്നു. അങ്ങനെ ഒട്ടനവധി ഇന്ത്യയുടെ ദൗത്യങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് നയിച്ചത് ഈ വിമാനങ്ങളെയായിരുന്നു. ഈ റിട്ടയർഡ് പൈലറ്റുമാരുടെ ഈ MiG-21 വിമാനങ്ങൾ പറത്തിയ പൈലറ്റുമാരുടെ ചില അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വ്യോമസേന തന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം. ആ വീഡിയോയിലടക്കം ഈ വ്യോമസേന പൈലറ്റുമാർ പറഞ്ഞിരുന്നത് ഇന്ത്യയെ ഒരു കാലത്ത് പാകിസ്ഥാൻ ഭയന്നിരുന്നത് ഈ MiG-21 എന്ന പോർ വിമാനം ഉള്ളത് കൊണ്ടായിരുന്നു. അത്രയധികം ആശ്രയിച്ചത്, അത്രയധികം ഫലപ്രദമായിരുന്നു ഈ പോർ വിമാനം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവസാനത്തെ സല്യൂട്ട് നൽകാനായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്,
ഒപ്പം തന്നെ വ്യോമസേനാ മേധാവി AP സിംഗ് അടക്കമുള്ളവർ കൂടെയുണ്ട്. പ്രതിരോധ മന്ത്രി ഇതിന് സല്യൂട്ട് നൽകിയതിനു ശേഷം തിരികെ വേദിയിലേക്ക് പോകും. അതിനുശേഷം ആണ് ഈ AP സിംഗ് തന്നെ അവസാനത്തെ ഈ ഫ്ലൈറ്റ് പറത്തുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രിയ ശർമ്മ ഏറ്റവും ഒടുവിലായി ഈ വിമാനം പറത്തുന്നത് ഒരു വനിതാ പൈലറ്റ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ വിമാനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിമാനം പറത്തുന്നത് ഒരു വനിതാ പൈലറ്റ് ആണ്. ഈ ചടങ്ങിൽ പ്രിയ ശർമ്മയായിരിക്കും ഈ വിമാനം പറത്തുക. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ കൂടിയുണ്ട്. എന്തായാലും 62 വർഷത്തെ ചരിത്രത്തിന് ശേഷമാണ് MiG-21 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിരമിക്കുന്നത്. കാലപ്പഴക്കം കാരണം പല അപകടങ്ങൾ ഈ വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ട്. നിരവധി പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ പറക്കുന്ന ശവപ്പെട്ടി എന്നൊരു വിശേഷണം കൂടി ഇടയ്ക്ക് വന്നിരുന്നു. അങ്ങനെ പല വിമർശനങ്ങൾക്ക് കൂടി വിധേയമായതോടുകൂടിയാണ് MiG-21 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചത്. എന്തായാലും പുതിയ തലമുറ വിമാനങ്ങൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 97 തേജസ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു നിർണായക കരാർ ഒപ്പുവെച്ചിരുന്നു പ്രതിരോധ മന്ത്രാലയം. ഒപ്പം തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് 97 വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. കൂടാതെ തന്നെ 5ാം തലമുറ പോർ വിമാനങ്ങൾക്കായി ഇന്ത്യയും റഷ്യയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലായിരിക്കും അത് നിർമ്മിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച നടക്കുന്നത്. പക്ഷെ അതിൽ അന്തിമ തീരുമാനം ആകുന്നതേ ഉള്ളൂ. എന്തായാലും ഇനി ഇന്ത്യ കൂടുതൽ ഈ വ്യോമസേനയിൽ അല്ലെങ്കിൽ പ്രതിരോധ സേനയിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ തേജസ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കരാറിൽ ഒപ്പിട്ടത്. 62,000 കോടി രൂപയുടെ കരാറാണ്. അത് കഴിഞ്ഞ ദിവസമാണ് ഒപ്പിട്ടത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ക്യാബിനറ്റ് സുരക്ഷാകാര്യ മന്ത്രാലയമാണ്, സുരക്ഷാകാര്യ കമ്മിറ്റിയാണ് അതിന് അന്തിമ അനുമതി നൽകിയത്. എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ പടക്കുതിര എന്നറിയപ്പെടുന്ന MiG-21 വിമാനത്തിന്റെ അവസാന പറക്കൽ അതിന് അല്പസമയത്തിനകം നമുക്ക് ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ സാക്ഷി ആകാൻ കഴിയും. അതിന്റെ ചടങ്ങുകൾ 11 മണിക്ക് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒപ്പം തന്നെ വ്യോമസേനാ മേധാവി AP സിംഗ് അടക്കമുള്ളവർ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ നട്ടെല്ലായി നിന്നിരുന്ന പടക്കുതിര, യുദ്ധത്തിലെ പടക്കുതിര എന്ന വിശേഷണം ലഭിച്ച, ഒരുപക്ഷെ പാകിസ്ഥാനെതിരായ 1971 യുദ്ധത്തിലും 99 കാർഗിൽ യുദ്ധത്തിലും 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തിലുമൊക്കെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഏറ്റവും ശക്തമായി നിന്നിരുന്ന MiG-21 എന്ന യുദ്ധവിമാനങ്ങൾ അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറയുകയാണ്. മിഖായോൻ ഖുരേവിച്ച് MiG-21 എന്നതാണ് ഈ MiG-21 എന്ന യുദ്ധവിമാനത്തിന്റെ ചുരുക്കപ്പേര്. ആ യുദ്ധവിമാനങ്ങൾ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പഴയ സോവിയറ്റ് ബന്ധത്തിന്റെ ഓർമ്മ നിലനിർത്തുന്ന ഒന്നുകൂടിയാണ് MiG-21ന്റെ ഇന്ത്യൻ വ്യോമസേനയിലെ സാന്നിധ്യം. ഇത് ആദ്യമായിട്ട് ഇന്ത്യൻ വ്യോമസേനയിൽ വന്നിരിക്കുന്ന ഏറ്റവും സൂപ്പർസോണിക് ശബ്ദാതിവേഗ വിമാനങ്ങൾ എന്നതാണ് ഈ യുദ്ധവിമാനത്തിന്റെ ഏറ്റവും വലിയ മറ്റൊരു സവിശേഷത. MiG-21 അങ്ങനെ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഏതാണ്ട് 6 പതിറ്റാണ്ടിലേറെ കാലം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി നിന്ന് സേവനമനുഷ്ഠിച്ച MiG-21 അങ്ങനെ ആ യുഗം അവസാനിക്കുകയാണ്. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ കൂടി വിജയമാക്കി തീർത്തുകൊണ്ടാണ് MiG-21 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ വ്യോമസേനയിലെ സേവനങ്ങൾ അവസാനിപ്പിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കാവുന്നതായിരുന്നു MiG-21 ഫൈറ്റർ ജെറ്റുകളുടെ സാന്നിധ്യം. അവയുടെ അവസാന ബാച്ചും ഇപ്പോൾ വിരമിക്കുകയാണ്. 6 പതിറ്റാണ്ട് കാലം രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ കരുത്തായി നിന്നിരുന്ന MiG-21ന്റെ ഡീകമ്മീഷനിങ് ചടങ്ങുകൾ ഇപ്പോൾ ചണ്ഡീഗഡിൽ നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നീണ്ട 62 വർഷക്കാലത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ MiG-21 അങ്ങനെ സേവനം അവസാനിപ്പിക്കുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി ചടങ്ങിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഒരു ഫൈനൽ സല്യൂട്ട്, ഒരു ബിഗ് സല്യൂട്ട് MiG-21 നൽകുകയാണ്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാന ബാച്ചിലുള്ള 36 MiG-21 വിമാനങ്ങളാണ് ഇപ്പോൾ വിരമിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് യുദ്ധത്തിലെ പടക്കുതിര എന്ന് വിശേഷിപ്പിച്ചിരുന്ന MiG-21 യുദ്ധവിമാനങ്ങൾ അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറയുകയാണ്. MiG-21 എന്ന യുഗം അവസാനിപ്പിക്കുകയാണ്. ഇനി തദ്ദേശീയമായി നമ്മൾ രൂപപ്പെടുത്തിയ തേജസ് യുദ്ധവിമാനങ്ങളായിരിക്കും MiG-21 പകരക്കാരായി ഇനി സേനയിലുണ്ടാവുക. സേനയിൽ നിന്ന് MiG-21 വിട പറയുന്ന ചടങ്ങുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധമുഖങ്ങളിലൊക്കെ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി മാറിയിരുന്നത്
MiG-21 യുദ്ധവിമാനമാണ്. 71-ലെ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധം, അതുപോലെ 99-ലെ കാർഗിൽ യുദ്ധം, 2019-ലെ ബലാക്കോട്ട് വ്യോമാക്രമണങ്ങളിലൊക്കെ തന്നെ MiG-21 കരുത്തും ആത്മവിശ്വാസവും ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ആത്മവിശ്വാസവുമായി മാറിയതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലും MiG-21 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു. MiG-21 യുദ്ധവിമാനങ്ങൾ ആ നിലയ്ക്ക് ഇന്ത്യക്ക് നൽകിയത് സേവനവും ആത്മവിശ്വാസവും ഒരുപോലെയാണ്. ഇപ്പോൾ ചണ്ഡീഗഡിൽ നടക്കുന്ന ചടങ്ങുകൾ, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അജീഷ് ജയകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അജീഷ്, MiG-21 യുദ്ധവിമാനങ്ങൾ, ഒരു MiG-21ന്റെ യുഗം അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദീർഘകാലം കഴിഞ്ഞ 6 പതിറ്റാണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശക്തമായ പോരാളിയുമായി നിന്നത് MiG-21 ആണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരായിട്ട് യുദ്ധമുഖങ്ങളിലൊക്കെ തന്നെ ഇന്ത്യക്ക് ആത്മവിശ്വാസവും കരുത്തും നൽകിയത് MiG-21ന്റെ സാന്നിധ്യമായിരുന്നു. അങ്ങനെ 6 പതിറ്റാണ്ട് നീണ്ട സേവനം അവസാനിപ്പിച്ച് ഇപ്പോൾ MiG-21 വ്യോമസേനയോട് വിട പറയുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഡീകമ്മീഷനിങ്ങിന്റെ ഇനി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനങ്ങളായിരിക്കുമല്ലോ ഈ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ എന്തൊക്കെയാണ് അജീഷ് ജയകുമാർ ചണ്ഡീഗഡിൽ? ശേഷം 2 MiG-21 വിമാനങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുന്നു. ലാൻഡ് ചെയ്ത സമയത്ത് വാട്ടർ ഗൺ സല്യൂട്ട് നൽകി അതിനെ അവസാന യാത്രയയപ്പ് നൽകിയിരിക്കുന്നു. അതിനുശേഷം പ്രതിരോധ മന്ത്രി അതിന്റെ ലോഗ് ബുക്ക് പ്രകാശനം ചെയ്തു. പ്രതിരോധ മന്ത്രിക്ക് ആ എയർ ചീഫ്, ആ വ്യോമസേന മേധാവിയാണ് ഈ ഫോം 700 ലോഗ് ബുക്ക് പ്രതിരോധ മന്ത്രിക്ക് നൽകിയത്. അത് പ്രദർശിപ്പിക്കുകയുണ്ട്. അത് ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇതിന്റെ ആദ്യ MiG-21ന്റെ നമ്പർ 28 സ്ക്വാഡ്രൺ ആണ് ഇതിന്റെ ആദ്യ ഫസ്റ്റ് സൂപ്പർസോണിക് വിമാനങ്ങൾ എന്ന് പറയുന്നത് 1963 അന്ന് ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ എത്തിയത്. അതുകൊണ്ടാണ് ഇന്നത്തെ ചടങ്ങ്, അവസാനത്തെ പറക്കൽ ചടങ്ങ് ഈ ചണ്ഡീഗഡ് വ്യോമതാവളത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ വ്യോമസേനയിലെ പൈലറ്റുമാരെ പ്രതിരോധ മന്ത്രി അവരോടൊപ്പം ചിത്രങ്ങൾ എടുക്കുകയാണ്. ഈ MiG-21 വിമാനം പറത്തിയ വ്യോമസേന പൈലറ്റുമാർ അവരോടൊപ്പം അവസാന ചിത്രങ്ങൾ എടുത്ത ശേഷം അതിന്റെ ഈ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. MiG-21 ബിഗ് സല്യൂട്ട് നൽകി വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. 62 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇന്ത്യയുടെ ടൈം ടെസ്റ്റഡ് വാർഹോഴ്സ് എന്നറിയപ്പെടുന്ന പടക്കുതിര എന്നറിയപ്പെടുന്ന ഈ പോർ വിമാനത്തിന് ഇപ്പോൾ യാത്രയയപ്പ് നൽകുന്നത്. അതിന്റെ ചടങ്ങുകൾ അതിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുകയാണ്. അതിനുശേഷം പ്രതിരോധ മന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ശരി അജീഷ്, ഇപ്പോൾ ചണ്ഡീഗഡിൽ നടക്കുന്ന MiG-21ന്റെ ഡീകമ്മീഷനിങ് ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. അതിലേക്ക് सभी तालियां बजाकर हमारे पायलट्स जिन्होंने करिश्मा किया है उनका स्वागत किया जाना चाहिए. ओके. चीफ ऑफ डिफेंस स्टाफ जनरल अनिल चौहान, चीफ ऑफ नेवल स्टाफ एडमिरल DK त्रिपाठी, चीफ ऑफ आर्मी स्टाफ जनरल उपेंद्र द्विवेदी, चीफ ऑफ एयर स्टाफ एयर चीफ मार्शल AP सिंह, DDRND एंड चेयरमैन DRDO डॉक्टर समीर V कामत, डिफेंस सर्विसेज K3 फाइनेंशियल एडवाइजर डॉक्टर मयंक शर्मा. यहाँ मौजूद भारत सरकार और हमारी तीनों सेनाओं के अधिकारीगण, उनके परिवारजन एवं हमारे ऐसे वायुसेना के अधिकारी जिन्होंने कि अपनी पूरी जिंदगी खपाई है अपनी सेवा में, ऐसे हमारे सभी पूर्व सैनिक अधिकारी एवं अन्य कर्मी, अन्य एयर वॉरियर्स, देवियों व सज्जनों, सबसे पहले मैं देश की संप्रभुता, एकता और अखंडता को अक्षुण्ण बनाए रखने में अपना अहम योगदान देने वाले इंडियन एयरफोर्स के वीरों को मैं नमन करता हूं. आजादी से लेकर अब तक आप सबने भारत की सुरक्षा सुनिश्चित करने के लिए जिस शौर्य और पराक्रम का परिचय दिया है वह अपने आप में सभी भारतवासियों के लिए प्रेरणादायी है. आपकी वीरता की यह जो यात्रा रही है इसके पीछे मैं समझता हूं MiG-21 का भी बहुत बड़ा योगदान रहा है. साथियों, आज हम सब MiG-21 की फाइनल ऑपरेशनल सॉर्टी के लिए एकत्र हुए थे.
इस मौके पर आप सबके बीच आकर मेरे मन में कई सारे इमोशंस तैर रहे हैं, कई भावनाएं तैर रही हैं। मेरे मन में इस समय गौरव की भावना भी है, वहीं एक तरफ कृतज्ञता की भावना भी है। साथियों, आज जब हम MiG-21 को इसकी ऑपरेशनल जर्नी से विदाई दे रहे हैं तो मुझे लगता है हम एक ऐसे अध्याय को विदा करने जा रहे हैं जो न केवल इंडियन एयरफोर्स के इतिहास में बल्कि हमारी पूरी मिलिट्री एविएशन की जर्नी में गोल्डन लेटर्स में लिखा जाएगा। MiG-21 केवल एक एयरक्राफ्ट या मशीन भर ही नहीं है, बल्कि यह भारत और रशिया के बीच गहरे संबंधों का एक प्रमाण भी है। साथियों, एक तरफ तो मिलिट्री एविएशन का खुद का जो इतिहास है वह अपने आप में इनक्रेडिबल है ही, दूसरी तरफ MiG-21 ने मिलिट्री एविएशन की जर्नी में कई और प्राउड मोमेंट्स यानी गौरव के क्षण जोड़े हैं। दुनिया के मिलिट्री एविएशन के इतिहास में ऐसा कोई फाइटर जेट नहीं हुआ जो इतनी बड़ी संख्या में निर्मित हुआ हो। दुनिया भर में MiG-21 के 11,500 से अधिक विमान बनाए गए और उनमें से लगभग 850 विमान भारतीय वायुसेना का ही वो हिस्सा रहे हैं। साथियों, यह संख्या अपने आप में इस फाइटर एयरक्राफ्ट की पॉपुलैरिटी, इसकी क्रेडिबिलिटी और इसकी मल्टी डायमेंशनल कैपेबिलिटीज की एक टेस्टिमनी है। अभी आप लोगों ने देखा कि MiG-21 की फाइनल फ्लाई पास्ट को एयर चीफ मार्शल AP सिंह ने स्वयं लीड किया है और यह इस मशीन की क्रेडिबिलिटी और एयर वॉरियर्स के मन में इसके सम्मान को दर्शाता है। इतने लंबे समय तक MiG-21 अनेक वीरतापूर्ण कृत्यों का साक्ष्य। ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായിരുന്ന MiG-21ന്റെ ഡീകമ്മീഷനിംഗ് ചടങ്ങ് ചണ്ഡീഗഡിൽ നടക്കുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ഇന്ത്യയും MiG-21 എന്നത് കേവലം ഒരു യുദ്ധവിമാനം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഗാഢബന്ധത്തിന്റെ കൂടി ഓർമ്മകളാണ് ഈ MiG-21 സമ്മാനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തോട് MiG-21ന്റെ ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആ തത്സമയ ദൃശ്യങ്ങൾ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.